ഹായ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് വ്ലോഗിൽ ഈസി ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി ഈ ലഞ്ച് ഉണ്ടാക്കാൻ. അപ്പം പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു കറിയും കുറച്ച് മീൻ ഇരിപ്പുണ്ട്, അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരി ഇട്ട് വെച്ചു. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കറി നെല്ലിക്ക വെച്ചൊരു കറിയാണ്, നെല്ലിക്ക അരച്ച് കലക്കിയത്. അപ്പോൾ അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെല്ലിക്ക എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാദ്യം നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ കുരു കളഞ്ഞ് വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം ഒഴിച്ചല്ല, കുറച്ച് വെള്ളം ഒഴിച്ച് അത് വറ്റുന്ന രീതിയിലാണ് വേവിച്ചെടുക്കുന്നത്, ഉപ്പിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റിയിട്ടെടുക്കാം. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഈ കറി വെക്കാൻ. ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് ആക്കിയെടുത്താലും മതി. അപ്പോൾ ഞാനത് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുത്തു. മീനിന് വേണ്ടിയിട്ട് പുരട്ടാനാണ്. അപ്പം ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അധികം എരിവില്ല, കുറച്ച് നിറമുണ്ട്, പക്ഷെ അധികം എരിവില്ല. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നല്ലൊരു മസാലയാണ്. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ ഈ നെല്ലിക്ക ഇങ്ങനെ വെന്ത് കഴിയുമ്പം നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങയും കുറച്ച് ജീരകവും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഈ വേവിച്ച നെല്ലിക്കയും കൂടെ ചേർത്ത് അത് ആറിയതിന് ശേഷം അരച്ചെടുക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാനത് എളുപ്പത്തിന് വേണ്ടി സമയമില്ലാത്തതുകൊണ്ട് നേരത്തെ അരച്ചെടുത്തു. എന്നിട്ട് നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ കടുക് വറുത്തിട്ട് ഈ അരച്ച് നെല്ലിക്കയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് എടുക്കുക. എന്നിട്ട് അത് ആറിയതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതെനിക്ക് വീഡിയോയിൽ മിസ്സായിപ്പോയി. അപ്പം അത് കടുകും മുളകും കറിവേപ്പില ഇട്ട് കടുക് വറക്കുക. എന്നിട്ട് നമ്മുടെ ഇത് അരച്ച സംഭവം ഒഴിച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് ആ കറി റെഡിയാവും. പിന്നെ നമ്മൾ മീനും കൂടെ വറുത്തെടുത്തു. ഇതേതോ മുള്ളെന്ന് പറഞ്ഞ് മീൻ അതേ കിട്ടിയുള്ളായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്. ഇതാണ്. ടാറ്റ ബൈ ബൈ, സീ യു.